ഇന്ന് ഞാനിവിടെ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത്, ഞാൻ രാവിലെ ഇവിടെ ജോലി കഴിഞ്ഞ് വന്നിട്ട് തലേ ദിവസം കുതിർത്ത് ഞാനിവിടെ ഒരു കപ്പ് രാഗി വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് രാഗി കുതിർത്ത് കഴുകി ഇപ്പോൾ വാരി ഇതിനകത്തോട്ട് ഈ സ്ട്രെയിനറിനകത്തിട്ട് അരിച്ചെടുത്ത് ഇതിനകത്തോട്ട് ഇടുവാണ്. ഒരു കപ്പ് രാഗി കുതിർത്തത് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. കണ്ടോ, ഇതാണ് ഒരു കപ്പ് രാഗി. ഇനി ഒരു കപ്പ് രാഗിക്ക് ഞാൻ അരക്കപ്പ് ഉഴുന്നും, ഇത് മുഴുവൻ ഉഴുന്നാണ്, അരക്കപ്പ് ഉഴുന്നും പിന്നെ ഒരു സ്വല്പം നമ്മുടെ ഉലുവായും. അതിൻ്റെ ഒന്നിച്ചിട്ട് അരച്ചാലും കുഴപ്പമില്ല, അരയും. പക്ഷെ ആദ്യ സത്യത്തിൽ ഞാൻ ഈ രാഗി ഒന്ന് അരച്ചതിന് ശേഷമാണ് ഈ ഉഴുന്നിടാറുള്ളത്. അതാണ് നല്ലത്. ഞാൻ പക്ഷേ ഇത് അറിയാതെ ഇട്ടുപോയി. ഞാനിത് വാരിയിട്ട് ഉഴുന്നൊന്ന് അരഞ്ഞിട്ട് ഉഴുന്നല്ല, ഈ രാഗി ഒന്ന് അരഞ്ഞിട്ട് നമുക്ക് ഉഴുന്നിട്ടാൽ മതി, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ രാഗി ഇങ്ങനെ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ അറിയാതെ ഇട്ടുപോയതാണ് കേട്ടോ. പക്ഷെ ആദ്യം രാഗി ഒന്ന് അരച്ച് അതിന് ശേഷം നമുക്ക് ഇച്ചിരി കിടന്നാൽ കുഴപ്പമൊന്നുമില്ല, ഈ ഉഴുന്നിട്ടാൽ മതി. ഇനി ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉഴുന്നിട്ടാൽ മതി. ചിലതൊക്കെ നമ്മൾ ഓർക്കാതെയൊക്കെ അങ്ങ് ചെയ്യും അല്ലേ, സാരമില്ല, ഇച്ചിരി ഉഴുന്ന് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ രാഗി അരയുന്നതിന് സ്വല്പം ബുദ്ധിമുട്ടാണ്, രാഗി തന്നെ അരയുന്നതാണ് നല്ലത്. ഇനി ഒന്ന് അരച്ചെടുക്കട്ടെ ആദ്യം. ഇപ്പോൾ ഞാൻ ആദ്യം രാഗി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം രാഗി ഒന്ന് അരച്ചതിന് ശേഷം നമ്മുടെ ഉഴുന്നും ഉലുവയൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയാണ് എന്നും ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് അറിയാതെ അങ്ങ് ഇട്ടുപോയതാണ് കേട്ടോ. എന്നാലും നമ്മളത് വാരി എടുത്തിട്ട് ആണ് രാഗി അരച്ചെടുത്തത്. രാഗി നല്ലതുപോലെ അരയത്തില്ല നമ്മളിങ്ങനെ മൊത്തത്തിലിട്ടാൽ, ചിലതിനകത്ത് അരയത്തില്ല. എൻ്റെ മിക്സിക്കകത്ത് ഇത് അരയണമെന്നുണ്ടെങ്കിൽ ആദ്യം രാഗി അരച്ചതിന് ശേഷം ഇതിടുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ അരക്കപ്പ് ഉഴുന്നും ഒരു പിടി ഉലുവ കുതിർത്ത് കഴുകി വാരി വെച്ചതുമാണ് ഇട്ടത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് സ്വല്പം ഒരു പിടി നമ്മുടെ ആൽമണ്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ അരച്ചെടുക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. ഒരു പിടി ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ അരച്ച് വെക്കുന്നത് എപ്പോഴും. നമുക്കിനി ഇത് എളുപ്പം തന്നെ അരച്ചെടുക്കാൻ പറ്റും. അരയേണ്ട സാധനം എളുപ്പം അരഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉഴുന്നും ഉലുവായും ഒക്കെ ഇട്ടിട്ട് ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമോടൊക്കെ ചേർത്താണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഇവിടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ന് ഞാൻ 2 ചേരുവകൾ കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടോ, നമ്മുടെ ഫ്ലാക്സ് സീഡും ചിയാ സീഡുമാണ്. ചിയാ സീഡ് നമ്മൾ കുതിർത്ത് കഴിക്കുമ്പോൾ ഇങ്ങനെ കൊഴുത്തായിട്ടിരിക്കും. അതങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പൊടിച്ചിട്ട്, നമ്മുടെ ചിയാ സീഡ് ഇതാണ്, ഞാനിത് പൊടിച്ചിട്ടാണ് പുട്ടിനകത്തൊക്കെ ചേർക്കാറുള്ളത്. ഞാൻ പല വീഡിയോയിലും കണ്ടു കാണും. ഞാനിത് പൊടിച്ചിട്ടിങ്ങനെ പിന്നെ വറക്കുമൊന്നും വേണ്ട, അങ്ങ് പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ ചിയാ സീഡാണിത്. പൊടിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. പുട്ടിനകത്ത് ഇതില്ലാതെ ഞാൻ പുട്ട് പുഴുങ്ങത്തില്ല. ഇത് എപ്പോഴും ഞാൻ ഇതിനകത്ത് പൊടിച്ച് ചേർക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ കുതിർത്ത് കഴിക്കുന്ന ഇഷ്ടമില്ല, അതിങ്ങനെ വഴുവഴുപ്പുണ്ടായതുകൊണ്ട്. പിന്നെ ഇത് ഫ്ലാക്സ് സീഡ് മീൽ അറിയാമല്ലോ, ഇതിങ്ങനെ നമ്മൾ വാങ്ങിക്കുന്നതാണ് ഫ്ലാക്സ് സീഡ് മീൽ. ഇത് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നമുക്കിനി പൊടിക്കൊന്നും വേണ്ട, ഇതിങ്ങനെയാണ് കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇനി ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി. ഉണ്ട്, 1 സ്പൂണ് ഫ്ലാക്സ് സീഡ് മീലാണ് ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ രാഗി ദോശയുടെ മാവിനകത്തോട്ട് ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം. 1 1.5 സ്പൂണോ എത്ര വേണേലും ചേർക്കാം. ഞാനിവിടെ 1.5 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അറിയാമല്ലോ ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങളൊക്കെ. ഇത് ഓർഗാനിക്കാണ്. നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. ഇനി ഞാൻ പിന്നെ നമ്മുടെ ചിയാ സീഡ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഞാനിങ്ങനെ പൊടിച്ചെപ്പോഴും വെച്ചേക്കും. പക്ഷേ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി വീണ്ടും പൊടിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിയാ സീഡ് പൊടിച്ചത് എൻ്റെ കയ്യിലുണ്ട്. ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതെപ്പോഴും എനിക്ക് ഉപകാരമാണ്. ഞാൻ ഇതില്ലാതെ പുട്ട് പുഴുങ്ങത്തില്ല. എല്ലാത്തിനകത്തും നമുക്ക് ഇത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. എന്തിനു വേണേലും നമുക്കിത് ചേർക്കാം. ഇങ്ങനെ വഴുവഴുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക്, കുതിർത്ത് പിന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി ഒന്ന് പൊടിച്ചെടുക്കട്ടെ.
നിമിഷങ്ങൾക്കകം നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. നമ്മുടെ ചിയ സീഡ് പൊടിച്ചത് ഞാൻ ഇതിനകത്തോട്ട് 1 സ്പൂണ്, ഇത് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർക്കാം. ഇനി ഞാനിത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് കൈകൊണ്ടാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്താലും മതി. ഒന്ന് മിക്സിക്കകത്താകുമ്പോൾ നമുക്ക് എല്ലാത്തിനകത്തും അത് യോജിച്ച് കിട്ടും. അന്നേരം കൊഴുപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. എന്തായാലും ഞാനിതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചേക്കാം. അങ്ങനെ ദോശമാവ് റെഡി, രാഗി ദോശമാവ് റെഡി. ചിയ സീഡും പിന്നെ അതുപോലെ ഫ്ലാക്സ് സീഡും ചേർത്ത് നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. എൻ്റെ കുറുത്ത മാവ് ഞാൻ അതുകൊണ്ട് സ്വല്പം കൂടെ വെള്ളം ചേർക്കുകയാണെങ്കിൽ ചിയ സീഡും ഫ്ലാക്സ് സീഡും ഒക്കെ ചേർത്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറുകി. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ദോശയ്ക്കായതുകൊണ്ട്. അങ്ങനെ ജാറ് കഴിയുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉടനെ വേണമെങ്കിലും ദോശ ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഉടനെ ദോശ ഉണ്ടാക്കുന്നില്ല. കുറച്ച് മണിക്കൂറൊക്കെ റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പോവുകയാണ്. ഒരു ഓവർനൈറ്റ് വേണമെങ്കിലും വെക്കാം. പിറ്റേ ദിവസം ദോശ ചൂടാം. നല്ല ദോശയായിരിക്കും. ഉടനെ ചുട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് നേരം വെച്ചിട്ട് ചുടുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയായിരിക്കും. ഈ ഒരു ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ ഇതിനകത്ത് ആൽമണ്ട് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ആൽമണ്ട്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡൊക്കെ ചേർക്കുന്ന ഒരു ദോശ ആണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. പക്ഷേ നാളെ ഞാനിത് ചുടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് ചുടാം. പക്ഷേ നാളെ മാത്രമേ ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ ഇതിപ്പോൾ ഇവിടെ കലക്കി അവിടെ ഇരുന്നോട്ടെ, ഞാൻ നാളെ ദോശ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ചിയ സീഡ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് പൊടിച്ച് വെക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്രൈൻഡർ ഇവിടെ വെച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി എപ്പോഴും ഉപകാരമുള്ളത് കൊണ്ട് ഞാൻ കുറച്ചേറെ ഇങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. വലിയ കുപ്പിക്കകത്ത് ഇങ്ങനെ ഞാൻ പൊടിച്ച് വെക്കും. ഇതിനെ അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ നാളെ ഇത് ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നതാണ്ട് ഇതാണ്. ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പാക്കറ്റ് ചക്ക, അരിഞ്ഞിങ്ങനെ നാട്ടിൽ നിന്നും വരുന്ന ചക്ക പാക്കറ്റാണ്. ഇതിന് ഞാനിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പത്താക്കി അങ്ങ് ചേരുവകളും ചേർത്ത് അങ്ങ് കുക്ക് ചെയ്താൽ മതി. ഇതായിരിക്കും ഒന്നും വേണ്ട. ഒന്ന് കഴുകിയെടുക്കും ഞാനിത്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പാക്കറ്റ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചക്ക വേവിക്കാൻ വേണ്ടി അത്രയും മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. ഇവനെ നാളെ ദോശ ഉണ്ടാക്കത്തുള്ളൂ. ഇനി നമുക്ക് നാളെ ദോശ ഉണ്ടാക്കാൻ നേരം കാണാം. ഇന്ന് ചക്ക വേവിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാൻ പിന്നെ ചിയ സീഡ് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു കുപ്പിക്കകത്താണ് ഞാനിവിടെ ചിയ പൗഡർ വെച്ചിരിക്കുന്നത്. എനിക്ക് ഇത് ഒത്തിരി യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് എളുപ്പം തന്നെ തീരും. ഇതുപോലെ തീരുമ്പോൾ ഞാൻ ഈ കുപ്പിക്കകത്ത് ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിയ പൗഡർ റെഡി. അങ്ങനെ പാക്കറ്റിലിടുന്ന ചക്ക ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ഞങ്ങളുടെ പാക്കറ്റിലുള്ള ചക്ക വേവിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നല്ല രുചി തന്നെയാണ്. ഇവിടെ പച്ചച്ചക്കയൊക്കെ ഞങ്ങൾക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമുക്കത് ഒരുക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് വാങ്ങിക്കാറില്ല. ഇഷ്ടംപോലെ പച്ചച്ചക്ക വരുന്ന സ്ഥലമാണ് അമേരിക്കയിൽ, ന്യൂയോർക്കിൽ. അങ്ങനെ നല്ല വെളിച്ചെണ്ണയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും ഒക്കെ ചേർത്ത്, കാന്താരിയാണ് ചേർത്തിരിക്കുന്നത് എനിക്ക് വേണ്ടി. അങ്ങനെയൊക്കെ ചേർത്ത് കുഴച്ച് നമ്മുടെ പാക്കറ്റിൽ ഫ്രോസണായിട്ടിരുന്ന ചക്കയാണിത്. ഇന്നലത്തെ മീൻ കറിയും കൂടെ ഉണ്ട്. ഇവന് ഞാനൊരു പാത്രത്തിലോട്ട് എടുക്കട്ടെ. ചക്ക എനിക്ക് ഭയങ്കര ജീവനായിട്ടുള്ളൊരു കാര്യമാണ്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ഞങ്ങളുടെ ചക്ക ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്.
നാട്ടിലെ ചക്കയുടെ അത്രയും കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ചക്കയുടെ നല്ല രുചി തന്നെയുണ്ട്. ഓക്കെ, ഇനി ഇന്നലത്തെ മീൻകറി ഞാനിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്, കണ്ടു അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, വേറെ എടുത്തിട്ടേ ഇല്ല, അങ്ങനെ തന്നെ കോരി വെച്ചതാണ്. ഇനി നമ്മുടെ മീൻകറിയും കൂടെ എടുക്കട്ടെ. നല്ല ചൂട് ചക്കയ്ക്കകത്തോട്ട് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത മത്തിക്കറിയും കൂടെ കൂട്ടി ഒരു പിടി അരി അരച്ചതല്ല, സോറി, നമ്മുടെ രാഗി അരച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. ഇവനെ നമുക്ക് നാളെ ഉണ്ടാക്കാം. അങ്ങനെ വന്നിട്ട് രാഗി അരച്ച് വെച്ചു. നമ്മുടെ ചക്കയും വേവിച്ചു. പോരായോ? ഇന്ന് ഇത്രയൊക്കെ മതി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.